അർത്ഥവിചാരത്തെക്കുറിച്ചുള്ള 3 സിദ്ധാന്തങ്ങൾ. അർത്ഥവിചാരത്തെക്കുറിച്ചുള്ള 3 സിദ്ധാന്തങ്ങളുണ്ട്. അവയൊന്നും സർവസമ്മതങ്ങളല്ല. 1. വിവക്ഷിതാർത്ഥ സിദ്ധാന്തം. യാതൊരു വസ്തുവിനെയാണോ ഭാഷാചിഹ്നം സൂചിപ്പിക്കുന്നത്, ആ വസ്തുവിനും ഭാഷാചിഹ്നത്തിനും തമ്മിലുള്ള ബന്ധത്തെയാണ് അർത്ഥമെന്ന് വിവക്ഷിതാർത്ഥ സിദ്ധാന്തം പറയുന്നു. ഏതൊരു വസ്തുവിനെയാണോ ഭാഷാചിഹ്നം സൂചിപ്പിക്കുന്നത്, ആ വസ്തുവിനും ഭാഷാചിഹ്നത്തിനും തമ്മിലുള്ള ബന്ധത്തിനെയാണ് അർത്ഥമെന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ഭാഷാചിഹ്നങ്ങൾക്കും സൂചകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമത്തേത് ആശയബോധ സിദ്ധാന്തമാണ്. ആശയങ്ങൾക്കും അവയുടെ ബാഹ്യരൂപങ്ങളായ ഭാഷാചിഹ്നങ്ങൾക്കും തമ്മിലുള്ള ബന്ധത്തെയാണ് അർത്ഥമെന്ന് ആശയബോധ സിദ്ധാന്തം പറയുന്നു. ആശയങ്ങൾക്കും അവയുടെ ബാഹ്യരൂപങ്ങളായ ഭാഷാചിഹ്നങ്ങൾക്കും തമ്മിലുള്ള ബന്ധത്തെയാണ് അർത്ഥമെന്ന് ഈ സിദ്ധാന്തത്തിൽ പറയുന്നു. ഭാഷാചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് സമാന്തരമായ പ്രതിഫലനങ്ങൾ മനസ്സിലുണ്ടാകുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. അവൾ എന്ന സർവനാമ പ്രയോഗത്തിൽ സന്ദർഭഭേദമനുസരിച്ച് വിവിധ പ്രതിഫലനങ്ങളാണ് മനസ്സിലുണ്ടാവുക എന്നതിനാൽ ഭാഷാചിഹ്നം എല്ലായ്പ്പോഴും ഒരാളെ പറ്റിയുള്ള പ്രതിഫലനമാവില്ല മനസ്സിൽ കൊണ്ടുവരുന്നത്. മാനസിക പ്രക്രിയ സിദ്ധാന്തമാണ് മൂന്നാമത്തേത്. ഭാഷാർത്ഥത്തെ നിർവചിക്കാൻ മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കുന്ന സിദ്ധാന്തമാണിത്. അപ്പോൾ ഇവിടെ ഭാഷാർത്ഥത്തെ നിർവചിക്കാൻ വേണ്ടി മനഃശാസ്ത്ര തത്വങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭാഷാചിഹ്നം എന്ന ചോദനയ്ക്കും അത് ഉദ്ദീപിക്കുന്ന പ്രതിചേഷ്ടകൾക്കും തമ്മിലുള്ള ബന്ധമാണ് അർത്ഥം എന്നിവിടെ പറയുന്നു. ഭാഷാചിഹ്നം എന്ന ചോദനയ്ക്കും അത് ഉദ്ദീപിക്കുന്ന പ്രതിചേഷ്ടകൾക്കും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ അർത്ഥം. മറ്റ് സിദ്ധാന്തങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വസ്തുനിഷ്ഠത ഈ സിദ്ധാന്തത്തിനുണ്ട്. എങ്കിലും എല്ലാ സങ്കീർണ പ്രശ്നങ്ങളും നേരിടാൻ ഈ സിദ്ധാന്തത്തിനും കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം, ഇങ്ങോട്ട് നോക്കൂ എന്ന പ്രയോഗത്തിൻ്റെ ഫലമായി ശ്രോതാവ് വക്താവിൻ്റെ അടുക്കലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രോതാവിൻ്റെ നോട്ടം ഭാഷാചിഹ്നത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറയാം. എന്നാൽ ഇന്ദുലേഖയ്ക്ക് മുൻപ് തന്നെ മലയാള ഭാഷയിൽ നോവൽ സാഹിത്യം പിറവികൊണ്ടതിന് സാക്ഷ്യം വഹിക്കുന്ന കൃതിയാണ് പുല്ലേലിക്കുഞ്ചു, കുന്തലത തുടങ്ങിയ നോവലുകൾ എന്ന താത്വിക പ്രസ്താവന ശ്രോതാവിൽ ഉണ്ടാകുന്ന പ്രതിചേഷ്ടകൾ എന്തെല്ലാമെന്ന് പറയാനാവില്ല.